ഈ കാണുന്നത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത 30,000 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള പവർ ബാങ്കാണ്. ഇതിൽ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് 5Ah 6 ലിഥിയൻ ബാറ്ററികളാണ്. അതുപോലെ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂൾ ഇതിന് 136 രൂപയാണ്. ഈ ഒരു മൊഡ്യൂളിൽ 2 ഔട്ട്പുട്ട് സോക്കറ്റാണുള്ളത്. ഒന്നിൽ 1 ആംപിയർ ഔട്ട്പുട്ടും ഒന്നിൽ 2.1 ആംപിയർ ഔട്ട്പുട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പവർ ബാങ്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന പവർ ബാങ്കിന് ഉദ്ദേശിക്കുന്ന പോലെ ബാറ്ററി കപ്പാസിറ്റി കാണില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് അത് കംപ്ലൈൻറ്റും ആയി പോകും. ഇതുപോലെ നമ്മൾ പവർ ബാങ്ക് മൊഡ്യൂളും അതുപോലെ തന്നെ ബാറ്ററിയൊക്കെ മേടിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ചിലവും വളരെ കുറവാണ്. അതുപോലെ നമുക്ക് ആവശ്യമായുള്ള കപ്പാസിറ്റിയുള്ള പവർ ബാങ്ക് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. ഇന്ന് ഞാനിവിടെ 30,000 mAh കപ്പാസിറ്റിയുള്ള പവർ ബാങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 6 ലിഥിയൻ ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സെല്ല് 3.6 വോൾട്ട് 5Ah അതായത് 5000 mAh ഉണ്ട് ഒരു സെല്ല്. അപ്പോൾ ഇങ്ങനത്തെ 6 സെല്ലും പിന്നെ ഈ കാണുന്ന പോലത്തെ ഒരു പവർ ബാങ്ക് ബോർഡുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ ഒരു പവർ ബാങ്ക് ബോർഡിന് 136 രൂപയാണ് ആയത്. അതുപോലെ ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ലിഥിയൻ ബാറ്ററി. നമ്മൾ കോമൺ ആയിട്ട് ഇത്ര നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൂട്ട് ബാറ്ററി അല്ല. ഞാനിവിടെ ഇത്ര നാളും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ കാണുന്ന പോലത്തെ 18680 ഈ ഒരു സീരീസിൽപ്പെട്ട ബാറ്ററി ആയിരുന്നു. അപ്പോൾ ഈ കാണുന്ന പോലത്തെ ചെറിയ ലിഥിയൻ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 30,000 mAh ഉള്ള ഒരു പവർ ബാങ്ക് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ബാറ്ററി ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പവർ ബാങ്ക് ബോർഡും കംപ്ലൈൻറ്റ് ആയി പോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലത്തെ പുതിയ ടൈപ്പ് ലിഥിയൻ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സെല്ലിന് 200 രൂപ വെച്ചാണ് ആയത്. അതുപോലെ ഈ കാണുന്ന പോലത്തെ 4 സെല്ലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 20,000 mAh പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ 2 സെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ 10,000 mAh പവർ ബാങ്ക്. അതായത് ഇതിനകത്തെ ഒരു സെല്ല് 5Ah ആണ്, അതായത് 5000 mAh. അപ്പോൾ 2 സെല്ലുകൾ കൂടി ചേരുമ്പോൾ 10,000 mAh, അതായത് 10Ah ആയി മാറും. അതുപോലെ ലിഥിയൻ ബാറ്ററി മേടിക്കുന്ന സമയത്ത് ഇതുപോലെ വാട്ട് ഹവർ WH ഇത് മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററി നോക്കി മേടിക്കുക. അതുപോലെ ഈ കാണുന്ന ടൈപ്പ് ബാറ്ററി ഇത് ഞാനിവിടെ വാങ്ങിയത് തൊടുപുഴ കിഷോർ റോഡിയോസിൽ നിന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടൈപ്പ് ബാറ്ററി ആവശ്യമുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ നേരിട്ട് ചെല്ലുകയോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് ഉണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ ചെയ്ത് കാണിക്കാൻ എളുപ്പത്തിനായിട്ട് ഞാനിവിടെ ഈ ഒരു 6 ബാറ്ററിയും ഇതുപോലെ ചേർത്ത് ഒരു കവർ പ്ലേറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പവർ ബാങ്ക് ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള ബാറ്ററികൾ എടുക്കുമ്പം എല്ലാം സെയിം വോൾട്ട് ഉള്ളതും അതുപോലെ സെയിം mAh ഉള്ള ബാറ്ററി എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു 6 ബാറ്ററിയും ഇതെല്ലാം സെയിം വോൾട്ടും സെയിം mAh അതുപോലെ പഴയതും പുതിയതുമായിട്ടുള്ള ബാറ്ററികൾ മിക്സ് ചെയ്തും പവർ ബാങ്ക് ഉണ്ടാക്കാൻ എടുക്കരുത്. നല്ല ബാക്കി കിട്ടുന്ന രീതിയിൽ ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള പവർ ബാങ്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാം പുതിയ ബാറ്ററി ഉപയോഗിക്കുക. അതുപോലെ സെയിം വോൾട്ടും സെയിം mAh ഉള്ള ലിഥിയൻ ബാറ്ററി ഉപയോഗിക്കുക. അതുപോലെ ഈ ഒരു പവർ ബാങ്കിന് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ പവർ ബാങ്ക് ബോർഡാണ്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂൾ ഇത് ഞാനിവിടെ ക്വാർട്സ് കമ്പോണൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മേടിച്ചതാണ്. ഈ ഒരു ബോർഡ് എനിക്ക് 136 രൂപയാണ് ആയത്. അപ്പോൾ ഇലക്ട്രോണിക്സിന് ഇങ്ങനെയുള്ള പല ഐറ്റംസും ഇത് നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ക്വാർട്സ് കമ്പോണൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പവർ ബാങ്ക് ബോർഡുകൾ ഇത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാം. ഈ ഒരു ബോർഡിലേക്ക് ഞാൻ നേരത്തെ ബാറ്ററി കണക്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു ബോർഡിൽ B+, B- ഇതിലേക്കാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. 3.7 വോൾട്ടിൻ്റെ ലിഥിയൻ ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ബാറ്ററി ഇതെല്ലാം നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ എത്ര ബാറ്ററിയാണോ ഉപയോഗിക്കുന്നത് എല്ലാ ബാറ്ററിയും നെഗറ്റീവ് എല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്യണം. അതുപോലെ എല്ലാ ബാറ്ററിയും പോസിറ്റീവും ഒരുമിച്ച് ജോയിൻ ചെയ്യണം. അതുപോലെ ലിഥിയൻ ബാറ്ററിയിൽ ശരിക്കും സ്പോട്ട് വെൽഡിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്നും ചെയ്യാനുള്ള ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളത് സോൾഡർ ചെയ്താണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ലിഥിയൻ ബാറ്ററിയിൽ സോൾഡർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ട ശരിയായ രീതി കാണിച്ചു തരാം. ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ സോൾഡർ ചെയ്യേണ്ട പോയിന്റിലേക്ക് കുറച്ച് സോൾഡറിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്യുക ആദ്യമേ. അത് കഴിഞ്ഞ് അയൺ ബിറ്റ് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് ലഡ്ഡു ഉരുക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ബാറ്ററിയിൽ സോൾഡറിംഗ് പേസ്റ്റ് വെച്ച ആ ഒരു പോയിന്റ് അതിലേക്ക് അയൺ ബിറ്റ് ഇതുപോലെ മുട്ടിച്ച് പതിയെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു മാക്സിമം ഒരു 3 സെക്കൻഡ് വരെയൊക്കെയാണ് ബാറ്ററി ഇതുപോലെ അയൺ ബിറ്റ് ഇതുപോലെ കുത്തിപ്പിടിക്കാവുള്ളൂ. ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആകാൻ പാടില്ല. അപ്പോൾ ആദ്യമേ തന്നെ ബാറ്ററിയിലേക്ക് വയർ കൊണ്ടുവച്ച് സോൾഡർ ചെയ്ത് കറക്റ്റായിട്ട് പിടിക്കില്ല. ആദ്യമേ ഇതുപോലെ ബാറ്ററിയിലേക്ക് ലെഡ് ആക്കുക. അത് കഴിഞ്ഞിട്ടാണ് വയർ സോൾഡർ ചെയ്യാവുള്ളൂ. അതുപോലെ ഈ കാണുന്നതിൽ ഒരു യെല്ലോ നിറത്തിലുള്ള 3 ബാറ്ററി ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് മേടിച്ചതായിരുന്നു. ഈ ഒരു 3 ബാറ്ററി ഉപയോഗിച്ച് ഞാനിവിടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലാണ് ചെയ്തേക്കുന്നത്, ടെക് ഓട്ടോമോട്ടീവ് 2.0 ഈ ഒരു ചാനലാണ് അതിൻ്റെയൊക്കെ വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ പോസിറ്റീവ് ടെർമിനലും ഇതുപോലെ സോൾഡർ ചെയ്തെടുക്കുക ആദ്യമേ ലെഡ്. അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററിയിൽ സോൾഡർ ചെയ്യാനായിട്ട് ഒരുപാട് വാട്ട്സ് കൂടിയ സോൾഡറിംഗ് ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോൾഡറോൻ്റെ 25 വാട്ട്സിൻ്റെ സോൾഡറിംഗ് തന്നെയാണ്. ഇതിനൊക്കെയായിട്ട് നമുക്കിതൊക്കെ തന്നെ മതിയാവും. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വയറിൻ്റെ ഒരു കമ്പി ഉപയോഗിച്ച് ഈ 6 ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. 6 ബാറ്ററിയും പോസിറ്റീവ് പോലെ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് പോലെ ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അതുപോലെ ബാറ്ററി ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യാണ്ടിരിക്കുന്ന ഇങ്ങനത്തെ കോപ്പർ കമ്പി ഇത് അത്യാവശ്യം വണ്ണം കൂടി ഇത് ഉപയോഗിക്കുക. അങ്ങനെ ഈ കാണുന്ന പോലെ ഞാനിവിടെ 6 ബാറ്ററിയും പോസിറ്റീവ് ഈ കാണുന്ന പോലെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നെഗറ്റീവും ജോയിൻ ചെയ്തെടുക്കണം. അങ്ങനെ ഈ കാണുന്ന 6 ബാറ്ററിയുടെ പോസിറ്റീവും ഞാൻ പാരലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ഇതുപോലെ പാരലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാറ്ററി 3.6 വോൾട്ട് 30,000 mAh ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിയിലേക്ക് നമുക്ക് പവർ ബാങ്ക് മൊഡ്യൂൾ കണക്ട് ചെയ്യാം. പവർ ബാങ്ക് മൊഡ്യൂളിലെ B- ഇത് ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ബ്ലാക്ക് വയറാണ് കണക്ട് ചെയ്യുന്നത്.
പവർ ബാങ്ക് മൊഡ്യൂളിലെ ബി പ്ലസ് ഇത് ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇതിലേക്ക് ഞാനിവിടെ റെഡ് വയറും കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു റെഡ് വയർ ഇത് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ബാറ്ററിയും പവർ ബാങ്ക് മൊഡ്യൂളും തമ്മിൽ കണക്ട് ചെയ്യുന്ന വയർ ഇത് പരമാവധി നീളം കുറച്ചെടുക്കുക. അതുപോലെ തീരെ വണ്ണം കുറഞ്ഞ വയറും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ പവർ ബാങ്ക് മൊഡ്യൂളിലെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വയർ ഉപയോഗിച്ച് ഇനി നമുക്ക് നെഗറ്റീവ് വയർ കണക്ട് ചെയ്യാം. നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് ഈ ഒരു ബ്ലാക്ക് വയറും കൂടെ കണക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മൾ അതും കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻസ്. ഇനി നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ബോർഡ് ഓണാക്കി നോക്കാം. അങ്ങനെ ഇവിടെ പവർ ബാങ്ക് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 64% ചാർജ് ഉള്ളൂ. നമ്മൾ ബാറ്ററി നേരത്തെ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉണ്ടാക്കിയ ഈ ഒരു പവർ ബാങ്ക് ഇപ്പോൾ ഞാനിത് ചാർജിന് ഇട്ടേക്കുവാണ്. ചാർജിങ് ടൈമിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഇന്നെന്നുള്ളത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേക്ക് ബ്ലൂ നിറത്തിലുള്ള ബാക്ക് ലൈറ്റും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്ത് 85% ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പവർ ബാങ്കിൽ ഫോൺ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ടൈപ്പ് പവർ ബാങ്ക് മൊഡ്യൂളിൽ 2 ഔട്ട്പുട്ട് സോക്കറ്റാണുള്ളത്. ഒരു സോക്കറ്റിൽ 5 വോൾട്ട് 1 ആംപിയർ ഔട്ട്പുട്ടും രണ്ടാമത്തെ സോക്കറ്റിൽ 5 വോൾട്ട് 2.1 ആംപിയർ ഔട്ട്പുട്ടാണുള്ളത്. ഓരോ സോക്കറ്റിലും കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കി നോക്കാം. വളരെ ഉപകാരപ്പെടും. നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന പവർ ബാങ്കിന് കാണാൻ കുറച്ച് ഭംഗി ഉണ്ടായിരിക്കും. പക്ഷേ ഇതുപോലെ കപ്പാസിറ്റിയുള്ള ബാറ്ററി ഒന്നും ആയിരിക്കില്ല അതിനകത്തുള്ളത്. കുറച്ച് നാൾ കഴിയുമ്പം ബാറ്ററി വേഗം കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇന്ന് ഞാനിവിടെ 6 ബാറ്ററി ഉപയോഗിച്ചാണ് ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയും ബാറ്ററി ഉപയോഗിക്കണമെന്നില്ല. എൻ്റെ കയ്യിൽ ഇവിടെ ഇത്രയും ബാറ്ററി ഉള്ളതുകൊണ്ട് ഞാനിവിടെ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു സെല്ല് ഉപയോഗിച്ച് വേണമെങ്കിലും പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു സെല്ലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പവർ ബാങ്ക് ആണെങ്കിൽ ഒരുപാട് നേരമൊന്നും ബാക്കപ്പ് കിട്ടില്ല. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂളിൽ ചെറിയൊരു LED ടോർച്ച് പോലെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് ഇതിനുള്ള കറക്റ്റായിട്ടുള്ള ബോൺസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ബോൺസുകൾ ഇലക്ട്രിക് കടയിലൊക്കെ ചെല്ലുവാണെങ്കിൽ 6-4 പ്ലെയിൻ ബോൺസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുള്ള പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ പവർ ബാങ്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും ബാറ്ററികളില്ലെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്നില്ല. ആദ്യമേ ഒരു 2 ബാറ്ററിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കുക. ബാക്കപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ബാറ്ററി ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂളിൽ മൈക്രോ USB ചാർജിങ് സോക്കറ്റാണുള്ളത്. C പോർട്ട് ചാർജിങ് സോക്കറ്റുള്ള മൊഡ്യൂളുകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ പവർ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ അടുത്ത തവണ 12 വോൾട്ട് 10 ലിഥിയം ബാറ്ററി പാക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ബാറ്ററി മേടിച്ചതും. പിന്നെ അടുത്തൊരു കാര്യം, ഇതുപോലുള്ള പല കമ്പനികളിലെ സോൾഡിംഗ് ഫ്ലെക്സുകൾ മിക്കവരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോൾഡിംഗ് ഫ്ലെക്സുകളൊക്കെ ഉപയോഗിക്കുമ്പം ഇനി മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സോൾഡിംഗ് ഫ്ലെക്സുകൾ ഉരുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുക അത് ശ്വസിക്കുന്നതിലൂടെയും അതുപോലെ നമ്മുടെ കണ്ണിലേക്ക് ഇത് അടിക്കുന്നതിലൂടെ ഭാവിയിലേക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഇനി മുതൽ സോൾവ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളിലേക്ക് ഇരുന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ റൂമിലേക്ക് ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ ജനലുകൾ തുറന്നിടുക. അതുപോലെ തന്നെ ഫാനും ഇടുക. അതുപോലെ ചിലരൊക്കെ ഇങ്ങനെയുള്ള സോൾഡിംഗ് ഫ്ലെക്സുകളിലേക്ക് അയൺ ബിറ്റ് ഇങ്ങനെ കുത്തിയിറക്കി പുകച്ച് അങ്ങനെയും പുക വരുത്താറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് സോൾവ് ചെയ്യേണ്ടോ അല്ലെങ്കിൽ ഡീസോൾവ് ചെയ്യേണ്ട പോയിന്റ് എവിടെയാണോ അവിടെ മാത്രം കുറച്ച് സോൾഡിംഗ് ഫ്ലെക്സ് മാത്രം ഉപയോഗിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള സോൾഡിംഗ് ഫ്ലെക്സുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള പേസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് ലെഡ് മാത്രം ഉപയോഗിച്ച് സോൾവ് ചെയ്താലും ഇതേ പ്രശ്നമുണ്ട്. ലെഡുകളിലും ഇതുപോലുള്ള സോൾഡിംഗ് ഫ്ലെക്സുകൾ അടങ്ങിയിട്ടുണ്ട്. ലെഡ് രൂപമ്പോൾ ഉണ്ടാകുന്ന പുക അതും അത്ര നല്ലതല്ല. അപ്പോൾ ഇനി മുതൽ സോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.